ഇന്ന് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കൊക്കോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നോട് കുറേയേറെ പേര് മുട്ട ചേർക്കാതെയുള്ള കേക്കുകളുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു കൊക്കോ കേക്ക് അഥവാ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു റെസിപ്പി ഇടുന്നത്. ഇതിൽ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ കൊക്കോ പൗഡർ മാത്രം എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് മുട്ടയോ അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ 1.25 കപ്പ് മൈദയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ റെസിപ്പിയിൽ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് സോഡ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ പലർക്കും സംശയമുണ്ട് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നാണോ എന്നൊക്കെ. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും രണ്ടാണ്. നമ്മുടെ ബേക്കിംഗ് പൗഡർ ഈ ബേക്കിംഗ് സോഡ ആക്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിനൊരു അസിഡിക് മീഡിയം വേണം. ഇത് ആൽക്കലൈനാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അസിഡിക് ആയിട്ടുള്ള വിനെഗറി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ വിനെഗറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വിനെഗറിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരാണേലും യൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ 1 കപ്പ് കോഫി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഇൻസ്റ്റൻറ്റ് നെസ്കഫയോ ബ്രൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ കോഫി ആണെങ്കിലും മതി. ഈ ചോക്ലേറ്റിൻ്റെ കൂട്ടത്തിൽ കോഫിയുടെ ആ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോഴാണ് ആ കേക്കിന് ഒരു നല്ല രുചി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കോഫി എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1 കപ്പിൻ്റെ 1/3 ഭാഗം വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വനില എസൻസ് വേണം. ഈ വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് ഇനി ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വലിയൊരു ബൗളിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള കോഫി ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആ എടുത്ത് വെച്ചിട്ടുള്ള ഓയിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് നമ്മളുടെ ആ എടുത്ത് വെച്ചിരുന്ന മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് തെള്ളി എടുക്കാം. ഈ പഞ്ചസാരയിലൊക്കെ വല്ല തരി ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണത്. ഇത് നമുക്കിനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് സോഡയിലേക്ക് ആ വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടു, ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മളുടെ ഈ കേക്കിൻ്റെ മിക്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ അളക്കുമ്പോൾ ഒരേ മെഷർമെൻറ്റ് കപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കോഫിയും എണ്ണയും അതുപോലെ പൊടിയും എല്ലാം സെയിം കപ്പിൽ തന്നെ അളന്നെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് ശരിയായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ട് ഇതുപോലെ നല്ലൊരു പോറിങ് കൺസിസ്റ്റൻസിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബാറ്ററി കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോകുന്നതിന് വേണ്ടിയാണത്. ഇന്നും നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിൽ വെച്ചാണ്. ഓവൻ യൂസ് ചെയ്യുന്നില്ല. അടുപ്പിൽ ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഒരു അടപ്പ് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിൽ ഉപ്പിടുന്നത് ഈ പാത്രം ഇൻസുലേറ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് പെട്ടെന്ന് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ
നമുക്കിനി ഈ പാൻ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇന്നത്തെ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് നമുക്കൊരു 35 മുതൽ 40 മിനിറ്റ് വരെ വേണം. അത് ബേക്ക് ചെയ്യുമ്പോൾ അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെച്ചുകൊണ്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ട്രേ വെച്ച് പിന്നെ ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കണം. അത് ബേക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 35 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഓവനിൽ നിന്ന് പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഈ പാൻ അടച്ചു വെച്ച് ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മുടെ കേക്ക് ട്രേ ഇറക്കി വെച്ചൊരു 35 to 40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ സെൻറ്ററിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കുമ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റോളം ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് അടുപ്പിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ഈ മോൾഡിൽ നിന്ന് പുറത്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഈ എഡ്ജസ് ഒക്കെ ഒന്ന് ഒരു നൈഫ് വെച്ചൊന്ന് വിടുവിച്ചതിന് ശേഷം ഇത് ഈ മോൾഡിൽ നിന്ന് പുറത്തെടുക്കാം. ഞാനിവിടെ ഒരു ക്ലിങ് ഫോം കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതുപോലെ ഇത് റിമൂവ് ചെയ്യാം. നിങ്ങൾ ഈ ടൈപ്പിലല്ല എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രമേ ഇത് വിടുവിച്ചെടുക്കാവുള്ളൂ. ഇതിനെ നമുക്കൊന്ന് തിരിച്ച് ഇതിൻ്റെ പുറകുവശവും കൂടി ഒന്ന് നോക്കാം. ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. കണ്ടോ, നല്ല ഇത് ഞാനൊന്ന് തൊട്ട് കാണിക്കാം. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ട് അതുപോലെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഇത് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഉൾവശമൊക്കെ കണ്ടോ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കൊക്കോ കേക്കാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിതുപോലെയുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.